ഗുണ്ട സെറ്റപ്പിന്റെ വാർത്ത വായിക്കാൻ എത്ര പേർക്ക് പറ്റും ചേട്ടാ? എന്റെ പൊന്നു സാറേ, അല്പം ചട്ടമ്പിത്തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. നമ്മൾ മാത്രം മര്യാദക്കാരായി ജീവിച്ചാലേ തല്ലുകൊണ്ട് തൂറി മെഴുകത്തേ ഉള്ളൂ. ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഈ മെസ്സഞ്ചറിലൊക്കെ വരുന്ന ധാരാളം ഭീഷണിപ്പെടുത്തലുകൾ, പിന്നെ ഭീഷണിയുടെ സ്വരം അതെന്നോട് വേണ്ട. എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? അങ്ങനെ ആൾക്കാരുടെ അതൊക്കെ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. കാരണം അവരുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ ചോദ്യം ചോദിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ അവരുടെ പ്രതിനിധിയോട് നമ്മൾ ചോദ്യം ചോദിച്ച് അവരെ ബുദ്ധിമുട്ടിച്ചു എന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇവിടെ നിന്ന് ഈ തമിഴന്മാരെന്നെ കൊല്ലും, അവിടെ ചെന്ന അവന്മാരെന്നെ കൊല്ലും, എന്തായാലും മരണം ഉറപ്പായി. യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടിക്കാനുള്ള ചോദ്യമല്ല, നമ്മൾ അസച്ച് സമൂഹം അറിയേണ്ട ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുവെന്ന് മാത്രം. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. ഇത് കണ്ടോ രോമാഞ്ചം നോക്കി. ഒരാളെ തെറ്റിച്ച് കുടുംബത്തേക്ക് ഒരു സുഖം, തമ്മിലടിപ്പിക്കും ഒരു സുഖം. എന്റെ സ്വഭാവം നിനക്ക് അറിയാലോ. പക്ഷേ ഇത് കാണുന്ന ഒരാളെ സംബന്ധിച്ച് ഞാൻ ഇയാളെ അറ്റാക്ക് ചെയ്യണം. വിർച്വൽ വേൾഡ് മെസ്സേജസുകളിലൂടെയുള്ള ഭീഷണി അല്ലാതെ റിയൽ ലൈഫിൽ ഭീഷണികളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ചില സമയത്ത് വളരെ പൂർവ്വമായിട്ട് 1-2 തവണ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ആൾക്കാർ വന്ന് ചില്ല് താത്തിയിട്ട് ഒക്കെ ആൾക്കാർ പറയും കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. കുറച്ച് കൂടുന്നുണ്ട്, വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ട. നിനക്ക് ഈ കിട്ടി തല്ലൊന്നും പോരല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെ വിട്ടുപിടി എന്നുള്ള ലൈനിലൊക്കെ ആൾക്കാർ സാറേ, കുറുപ്പ് സാറിന് ഇപ്പൊ അവന്മാരുടെ കൈ കിട്ടിയ കുറുപ്പ് സാറിന്റെ കാര്യം പോക്കാം. ഈ മീശ പഠിച്ചാൽ പിന്നെ കളവന്റെ കളവിയുടെ മുമ്പിൽ ചെന്ന് പെടാതെ പോരെ.